പോസ്റ്റ് സാറേ ഒന്ന് കഥ സമയായിരുന്നേ. ഹലോ ബൈലോണേ, ഒന്ന് കഥ ഞാനൊരു മുണ്ടെടുത്തിട്ടുണ്ട്. ചായ 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 എടുത്തേ ചൂട് ചായ ചായ നല്ല ചായ ഹോർലിക്സ് ഉണ്ടോ? ഫസ്റ്റ് ക്ലാസ് ഉണ്ടംപൊരി ഉണ്ട്, വേണോ? ഹോർലിക്സ് നാളെ നാളെ ശുദ്ധമായ പശുമ്പാലി ചേർത്ത ചായ കൊണ്ട് പോറോ അവിടുന്ന്. പോരോ കാട്ടാവുസ്തി ചായ പോറോ അവിടുന്ന്. ചായ എന്ന് പറയേ ചായ 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 ചൂട് ചായ 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 ചൂട് ചായ. ഞാൻ ചോദിച്ചപ്പോ താനല്ലേ ചായ വേണ്ടെന്ന് പറഞ്ഞേ? ഇപ്പൊ വേണമെന്ന് തോന്നി. കിളിക്കാതെ ഓടാ, നിന്നെ പോലെ പഞ്ചസാരക്ക് ഒരു സാക്രി ഇവിടെല്ലടാ ഞാൻ ചായ കൊടുക്കുന്നത്. സാക്രിയിലിട്ട് ചായ വിൽക്കുന്ന നീ ആണ്ടാ തണ്ടി. ആൾക്കാരെ പുല്ലാണടാ. ഒന്ന് പോണ അവിടുന്ന് വെള്ളം ഉണ്ടാക്കാതെ. നിന്റെ വീട്ടിൽ വെള്ളം ഉണ്ടാക്കാൻ. എന്റെ കസ്റ്റമറെ അവമാനിച്ചാൽ അടിക്കുന്നത് എല്ലോ എന്നാ എല്ലോടിയടാ ഒടി. ജയിലിൽ പോടാ. കൊടൽ മൂലയും ഓടിയിലെടുക്കും. എനിക്കിനി മുന്നും പിന്നും നോക്കണ്ടോ? വന്നേ വന്നേ എന്റെ എവിടുത്തെ
ക്ഷുദ്രം ക്ഷുദ്രം എങ്ങനെ? ആഹാരത്തിൽ മായം ചേർത്തു. ആര്? ശത്രു. ശത്രു എവിടെയുണ്ട്? ശത്രു ബന്ധുപക്ഷത്ത് തന്നെ. ആരാണ് ആഹാരത്തിൽ മായം ചേർത്തത്? അമ്മയാണ്, അച്ഛനാണ്, പരദേവരാണ്, മച്ചമ്പിയാണ്, ഞാനല്ല. ഞാനാണ് മച്ചമ്പി. കഞ്ചാവ് ചേർത്ത് കൊടുത്ത മച്ചമ്പി, ബിളാക്കിളക്കിയ പാലിൽ കഞ്ചാവ് ചേർത്ത് കൊടുത്ത മച്ചമ്പി, കൈ മച്ചമ്പി, ഇത് മുടി മച്ചമ്പി, ഇത് കൈ ഒടിഞ്ഞു മച്ചമ്പി, അയ്യോ മച്ചമ്പി, കൈ മച്ചമ്പി, കൈ ഒന്ന് നേരെ. ഇനി പടിഞ്ഞോട്ടി പോരും. കൊടുത്തേക്ക് തിരിഞ്ഞു കടിക്കുന്ന വിഷപ്പാമ്പ്, ആമദ്രോഹി. കട്ടാള തട്ടിക്കളയും കട്ടായം. ജയിച്ചല്ലോ ജയിച്ചല്ലോ ദിലീപ് ഫൈൽമാൻ ജയിച്ചല്ലോ. വീണല്ലോ വീണല്ലോ അപ്പുക്കുട്ടൻ വീണല്ലോ. കുട്ടമ്പിള്ള കട്ടാള തട്ടിക്കളയും കട്ടായം. അങ്ങോട്ട് ചെല്ലേട്ടാ. അങ്ങോട്ട് ചെല്ലല്ലേ നേതാവേ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ ധൈര്യമായിട്ട് അവിടെയല്ലേ. ധൈര്യക്കേട് ഞാൻ പോവാ തള്ളാതെ. ഞങ്ങളുടെ ഫയൽമാൻ ഗുസ്തിയിൽ ജയിച്ച സ്ഥിതിക്ക് ഇനി കല്യാണത്തിന് വയ്യ കൂടാ. ജയിച്ചതാണെങ്കിൽ ആരെങ്കിലും തോക്കണ്ടേ? അപ്പുകുട്ടൻ ഫയൽമാൻ ചക്ക വെട്ടിട്ടതുപോലെ വീണതോ? അത് വീണു പോയതല്ലേ, ആരും വീഴ്ചതല്ലോ. ഫൽഗുനം കുറ്റമേറ്റല്ലോ. ദേവോദരെ ഏൽപ്പിച്ച് ഫൽഗുനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചല്ലേ. അപ്പോ ജോത്സ്യത്തിൽ തെളിഞ്ഞതോ? ജോത്സ്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. വിശ്വസിക്കണ്ട, നേരിൽ കാണുന്നത് വിശ്വസിക്കാമല്ലോ. ചതിയും വഞ്ചനയുമില്ലാതെ മുറപ്രകാരം ശാസ്ത്രപ്രകാരം നിങ്ങളുടെ ഫയൽമാൻ എന്റെ ഫയൽമാനെ ഗോദായിൽ മലത്തട്ടെ. ആളും തീയതിയും പുറമേ അറിയിക്കും. പിടിക്കാം, അല്ലെങ്കിൽ ഒഴിയാം. അത് ഞാൻ സർവശക്തി ഉപയോഗിച്ച് ഞങ്ങളുടെ ഫയൽമാൻ പിടിക്കും. കണ്ടോളാം കണ്ടോളാം കുരുക്ഷേത്രത്തിൽ കണ്ടോളാം. കണ്ടോളാം കണ്ടോളാം കുരുക്ഷേത്രത്തിൽ കണ്ടോളാം. കണ്ടോളാം കണ്ടോളാം കുരുക്ഷേത്രത്തിൽ കണ്ടോളാം. കുടുംബണ്ണ 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 കുടുംബണം വരുന്നുണ്ട് വരുന്നുണ്ട്. ഒരു രൂപ പൊതിഞ്ഞു കൊടുത്തിട്ട് പിടിച്ചോ. എന്തൊന്നാ ഇത്? എല്ലാം പറഞ്ഞു തരാം. നിനക്ക് പരിചയമുള്ള കംപ്ലീറ്റ് പരദേവതകളെ മനസ്സിൽ ധ്യാനിച്ച് കാലുപിടി അനുഗ്രഹിക്കും മച്ചമ്പി. ആരാ എന്താ എന്നൊന്നും അറിയാതെ? ആഹാ, അപ്പൊ ഉടുമ്പു മച്ചമ്പിക്ക് ആളെ മനസ്സിലായില്ലല്ലേ. ഈ കിടക്കുന്നതാണ് സാക്ഷാൽ ദിലീപ് ഫൈൽവാൻ. ഓ, നമ്മുടെ ജിങ്കാനെ മലർത്തിയടിച്ച അത് തന്നെ. മച്ചമ്പി എന്താ അങ്ങനെ നോക്കുന്നത്? അല്ല, കണ്ടിട്ടൊരു ഫൈൽവാനാണെന്ന് തോന്നുന്നില്ല അല്ലേ? കണ്ടാ തോന്നുകയല്ല.
അടിനട, കളരിപ്പയറ്റ്, വടക്കം പാട്ട്. കരാട്ടെ ഇതൊക്കെയാണ് ഫൈൽവാന്റെ പ്രധാനപ്പെട്ട നമ്പർ. പക്ഷേ ഗുസ്തിയിൽ ഒന്നുകൂടെ ഒന്ന് കരങ്ങി തെളിയാനുണ്ടോ? അതെ. പിന്നെങ്ങനെ ജിങ്കാനെ മലർത്തിയടിച്ചത്? അത് അങ്ങനെ അങ്ങ് മലർന്നു എന്നേ ഉള്ളൂ. അവനുണ്ടല്ലോ കൊച്ചുകുട്ടൻ, ഞൊണ്ടിക്കുട്ടൻ, അവൻ ഇനിയും ഫൈൽവാന്മാരെ ഇവിടെ കൊണ്ടുവരും. ജിംഖാനെ ഇവിടെ തന്ത ഫൈൽവാന്മാരെ. ഇനി ഏവനെ കൊണ്ടുവന്നാലും തൊട്ട കൈക്ക് അടിച്ച് മലർത്താനുള്ള ശേഷിയും സൂത്രങ്ങളും മച്ചമ്പി ഇദ്ദേഹത്തെ അഭ്യസിപ്പിക്കണം. അഭ്യസിപ്പിക്കാം. ആരെ വേണോ മലർത്താം. പക്ഷേ ഞാൻ അങ്ങനെ ആരെയും ശിഷ്യന്മാരായി സ്വീകരിക്കാറില്ല. അത് പറയരുത്. ഉടുമ്പിന്റെ കാലം കഴിഞ്ഞാൽ ആ പാരമ്പര്യം നിലനിർത്താൻ ഇവിടെ മറ്റൊരു ഉടുമ്പ് വേണമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു ഓന്തെങ്കിലും വേണ്ടേ? അവസാന കാലത്ത് ഈശ്വരൻ നേരിട്ട് കൊണ്ടുതന്നതായ ശിഷ്യനാണെന്ന് കരുതി ഇവിടുത്തെ മനസ്സ് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. ഇതപ്പോ വലിയ കാര്യം. ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. ഒന്ന് എഴുന്നേൽക്ക്. ഒന്ന് എഴുന്നേൽക്ക്. ഏത് വമ്പനായാലും ദേവേന്ദ്രന്റെ മകൻ കൊച്ചുപപ്പു ആയാലും അവനെ മലർത്താനുള്ള സിദ്ധിയും ശക്തിയും നിനക്ക് ഞാൻ ഉണ്ടാക്കി തരും. ജയ് കാളീശ്വരി. കാളീശ്വരി മോളെ, ഇത് അച്ഛൻ വിളിക്കുന്നേ. കാളീശ്വരി ദേവിയാ. കാളീശ്വരി മോളെ. ആശാനെ, 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 ആശാനെ. ആരാത്? ശത്രുവല്ല, മിത്രം. താനെന്താ ഈ നേരത്ത്? ഈ നേരം വരെ ഞാൻ കൂലങ്കഷമായ ചില അന്വേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അവൻ ശത്രുപാളയത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഏതവൻ? ഏത് ശത്രു? ആശാനി ഉടുമ്പ് വേലായുധനുമായിട്ട് എങ്ങനാ? അവൻ എന്റെ ആജന്മ ശത്രുവല്ലേ? ആണല്ലോ. എന്നാൽ ആ ക്ലാസ് 4 ജീവനക്കാരൻ ദിലീപ് കുമാർ അവന്റെ സങ്കേതത്തിലെത്തിയിരിക്കുന്നു. ഇനി ഒരിക്കലും ആശാന്റെ തല പൊങ്ങാൻ അനുവദിക്കില്ലത്രേ. ഗുരുകാരണവന്മാരിൽ നിന്ന് വശത്താക്കിയ 18 അടവുകളും 68 മർമ്മസ്ഥാനങ്ങളും ദിലീപ് കുമാറിനെ പരിശീലിപ്പിച്ച് ആശാന്റെ ഏത് ഗുസ്തിക്കാരനെയും തറപറ്റിക്കുമെന്നും ഈ കല്യാണം നടത്തുമെന്നും ഉടുമ്പ് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. ഉടുമ്പിനെ പോലെ 10 ഉടുമ്പുകളെ ഒറ്റയടിക്ക് മലർത്താൻ ശേഷിയും ക്ഷേമുഷിയുമുള്ള ഫയൽവാനെ ഞാൻ കൊണ്ടുവരും. എന്റെ സകല സ്വത്തുക്കളും ഈ തറവാടും വിൽക്കേണ്ടി വന്നാലും ഞാൻ നേരിടും. വിടില്ല ഞാൻ. ജയ് ഹനുമാൻ. ജയ് ഹനുമാൻ. കരയാതെ മോളെ. ആശാനെ, ആശാനെ, ആശാനെ. ആരാ? എവിടെ? ആര്? ഗുസ്തി, ബോംബെ, കത്ത്. ആശാൻ എവിടെ? ആശാനോ? അവിടെ പറമ്പിൽ എങ്ങാനും കാണും. എവിടെ? പറമ്പ്. ആശാനെ, ആശാനെ, കത്ത്. അമ്മനെക്കുട്ടി. വേണ്ട വേണ്ട വേണ്ട. ഇല്ലന്റെ പുറത്തെ സീലില് ബോംബെ കണ്ടു. ഉടനെ ഞാൻ ഇങ്ങോട്ട് ഓടുകയായിരുന്നു. അദ്ദേഹം തന്നെയാണോ?